ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി ആകെ ദേഷ്യപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇവക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു, അതാ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഞാനല്ലല്ലോ ആദർശേട്ടനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജയം പറയുന്നുണ്ട് കേട്ടോ, നീയല്ല പറഞ്ഞേ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, മോൾ എന്തായാലും സത്യം പറയുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ ആദർശം ചെറുതായിട്ടൊന്ന് ചൂളി പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജയം പറയുന്നുണ്ട്, ഞങ്ങൾ സിനിമയ്ക്ക് പോയത് അറിഞ്ഞില്ലായിരിക്കും അല്ലേ, ഞങ്ങൾ പോയില്ല എന്ന് ഉറങ്ങിക്കാണുമെന്ന് ഓർത്തായിരിക്കും അല്ലേ പയ്യെ ഇറങ്ങി പോകുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും ആദർശനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ, ആകെ ചൂളി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ ഒന്ന് വിളിച്ചു പറയാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജയം പറയുന്നുണ്ട്, അതിപ്പോൾ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവൻ വേറെ ആരുടെയും കൂടെ അല്ലോ, സ്വന്തം ഭാര്യയുടെ കൂടെയല്ലോ പോയിക്കുന്നത്, ഈ പ്രായത്തിൽ ഇതേ നമ്മൾ ചുറ്റാൻ പോകുന്നു, സിനിമയ്ക്കും പോകുന്നു. അപ്പോൾ ആദർശിക്കുന്നുണ്ട്, ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ പോയ അച്ഛാന്ന് ചോദിക്കുമ്പോഴത്തേക്കും തമിഴ് ആക്ഷൻ ആയിരുന്നടാ, നിൻ്റെ അമ്മയ്ക്ക് അതല്ലേ ഇഷ്ടം, ആക്ഷൻ മൂവി കണ്ട് കണ്ട് ഇപ്പോൾ അവളുടെ സ്വഭാവം അങ്ങനെ ആയി എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും ആദർശം നയനെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ആദർശം മുല്ലപ്പൂവിൻ്റെ കാശ് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ദേവേനെ പറയുന്നുണ്ട്, എനിക്കതിന് എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ ഭർത്താവ് കൊടുത്തോളൂ എന്ന് പറയുവാണ്. അങ്ങനെ ജയൻ പറയുവാണ്, ഇനി ഇവിടെ ഒരു പ്രശ്നം വേണ്ട, എന്നാലും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ജയൻ കാശ് കൊടുക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുവാണ്, ഇന്നെന്തായാലും ഈ പൂക്കച്ചവടക്കാരിക്ക് നല്ല കോളായിരുന്നു, മരുമോളോടുള്ള വാശിക്കല്ലേ താൻ 5 മുഴം മുല്ലപ്പൂ മേടിച്ചത് എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയാണ്, മരുമോളോ, എനിക്ക് അവളെ ഒരിക്കലും എൻ്റെ മരുമോളായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അത്ര തന്നെ എന്ന് പറയുവാണ് കേട്ടോ. ജയൻ പറയുന്നൊന്നും ദേവയാനിയുടെ തലയിലോട്ടും കയറുന്നില്ല. ദേവയാനി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ്. കുറച്ച് ബൈക്കിൽ അങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആദർശം പറയാം, ദേ ഇവിടെ ഇറങ്ങും, ഇത് തന്നെ ഏറ്റവും നല്ല സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് നയനയുടെ തലയിൽ മുല്ലപ്പൂ ചൂടി കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയണം, നിൻ്റെ തലമുടിയിൽ നിന്ന് ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഫീലാന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ജയനും ദേവയാനും ആ വഴിക്ക് വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഇത് കാണുവാണ് കേട്ടോ. ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ്, തീർന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാം, അമ്മ നമ്മൾ എന്തായാലും അവിടെ നോക്കിയിരിക്കും, ഇതെന്തായാലും കുറേ കേൾക്കേണ്ട വരും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശം പറയാം, അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നയന പറയാം, എന്തെങ്കിലും ഉണ്ട് ആദർശമാണ് പിന്നെ എൻ്റെ തലയിലോട്ട് ഇടാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം വരുന്നുണ്ട്, അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ ഭർത്താവിനൊന്ന് സഹായിച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നയന പറയാണ്, ഇങ്ങനെ കള്ളം പറഞ്ഞ് സഹായിക്കുന്നതിലും ഭേദം സഹായിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ മുറിയിലിരിക്കുമ്പോൾ ആരോ വന്ന് വാതിൽ മുട്ടുവാണ് കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ അനിയാണ്. അപ്പോൾ അനിയെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു ചെറുതായിട്ടൊന്ന് പതറുവാണ്. എന്നിട്ടൊക്കെയാണ്, എന്താ അനി ഈ സമയത്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അനി ചോദിക്കുന്നുണ്ട്, നന്ദു ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അനിയോട് നന്ദു പറയുവാണ്, അനി എന്തായാലും ചെന്ന് കിടക്ക്, ഈ സമയത്ത് ഇനിയിപ്പോൾ അനി ഇങ്ങോട്ട് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ആൾക്കാരെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയിക്കണ്ട, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്നെയാണ് അവർക്ക് സംശയം, ഞാൻ എന്തോ എനിക്ക് സ്കൂട്ട് നിന്നു എന്നുള്ള രീതിയിലാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും അനു പറയും, ഒന്നുമല്ലടോ, മനസ്സിൽ ഭയങ്കര ഒരു വിഷമം, എനിക്ക് അനാമിക ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ജാനകി ആ വഴി പോകുന്നത്. അപ്പം ജാനകി അവിടം തൊട്ടുള്ള സംസാരം കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ബന്ധുവാണ്, എനിക്ക് അവളെ ഒട്ടും ഉൾക്കൊള്ളാമെന്ന് വെച്ചാൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന ജാനകി അന്തം വിട്ടു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ആദർശേട്ടനായിരുന്നു, ആദർശേട്ടന് പോലും മനസ്സിലായില്ല, ഈ വീട്ടിൽ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടനും ഈ കുടുംബത്തിലുള്ളവരൊക്കെ അനിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുള്ളൂ, അനി അത് മനസ്സിലാക്കണം, ഇനിയിപ്പം ഇതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, ഒരുപാട് വൈകിയും പോയി, എന്തായാലും എല്ലാം അനിയുടെ നല്ലതിനാന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ജാനകി അങ്ങ് അവിടുന്ന് പോവുകയാണ്. ഇവരിത് കാണുന്നൊന്നുമില്ല കേട്ടോ. ജാനകി പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനിയോട് നന്ദു പറയുന്നുണ്ട്, എന്തായാലും അനി പോയി കിടന്നുറങ്ങുക, എനിക്ക് ഉറക്കവും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വാതിലടച്ച് കയറി കിടക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവയാനീനെ ജയനെയാണ്. ജയൻ പറയുന്നുണ്ട്, താൻ എപ്പോഴും മരുമോളെ ഇങ്ങനെ കുറച്ച് പറയണ്ട, തനിക്ക് വേണ്ട എത്ര പൊന്നും പണവും കൊണ്ട് കയറി വന്നില്ല എന്നുള്ളതാണെങ്കിൽ മോൾ അതിൽ കൂടുതൽ ഇവിടെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതേത് പെൺകുട്ടി വന്നാലും ഇനിയിപ്പോൾ അത്രയ്ക്കൊന്നും നമ്മുടെ മോന് കിട്ടാനും പോണില്ലായിരുന്നു എന്ന് പറയുവാണ് കേട്ടോ. അതുമാത്രമാണോ, താനിങ്ങനെ മകനും എതിരെ എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ അവസാനം അവൻ നമുക്കെതിരെ തിരിയും, ഇപ്പോഴത്തെ ഓരോരോ വീട്ടിലെ കാര്യങ്ങളൊക്കെ തനിക്കറിയാമല്ലോ, വൃദ്ധമന്ദിരങ്ങളൊക്കെ കൂടി വരുക, അപ്പോൾ ചുമ്മാ ആ അവസ്ഥയിലോട്ട് നമ്മുടെ ജീവിതം കൊണ്ട് എത്തിക്കരുതെന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനെ ഒന്നും മിണ്ടാണ്ട് ആകെ സൈലൻ്റായിട്ട് നിൽക്കുവാണ് കേട്ടോ. ജയൻ പറയുന്നുണ്ട്,
പിന്നെ നയനമോൾ അങ്ങനെ ഒരു പെങ്കൊച്ചും അല്ല. പിന്നെ സ്ത്രീധനം വേണം എന്നൊന്നും വാശി പിടിക്കാൻ പറ്റിയ കാലത്തിലോട്ടൊന്നും അല്ല നമ്മൾ പോകുന്നത്. ഇപ്പോൾ പെങ്കൊച്ചുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആൺപിള്ളേർക്ക്. തനിക്കും ഇതൊക്കെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കുമല്ലോ. പിന്നെ താൻ എന്തിനാ ഈ വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവേനി പറയുക, എങ്കിലും അവൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നോ എന്ന് പറയുമ്പോഴത്തേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ പോയപ്പോൾ അവനോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദേവേനി പറയുക, അങ്ങനെയാണോ, അവൻ എൻ്റെ മോനല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എടോ താൻ ഈ വീട്ടിൽ കല്യാണം കഴിച്ചു വന്നപ്പം നമ്മുടെ അച്ഛനും അമ്മയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നോ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് അവർക്ക് മുമ്പിൽ വെക്കുന്നത്? അതൊക്കെ അവരെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും വല്ലാതെ അലോസരപ്പെടുത്തും. പിന്നെ താനുമായിട്ടുള്ള സ്നേഹവും കൂടെ അവന് പോകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവയാനിക്ക് ആകെ ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ മുറിയിൽ ജാനകി എന്ന് വാതിൽ തട്ടുവാണ്. അപ്പം നന്ദു പെട്ടെന്ന് ഡോറ് തുറക്കുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, നന്ദു ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, കിടന്നായിരുന്നു, അല്ല ഇത്രയും പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചതാന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എന്താ അനിയുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എനിക്കെന്തോ അനാമികനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ആൻറ്റി പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ജാനകി ഇച്ചിരി കടുപ്പത്തിൽ തന്നെ നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എങ്ങനെയും പറഞ്ഞു മനസ്സിലാക്കണം. പിന്നെ എല്ലാ കല്യാണങ്ങളും 100% പൊരുത്തത്തിലൊന്നും അല്ലല്ലോ തുടങ്ങുന്നേ, അതൊക്കെ അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ എത്ര പറഞ്ഞാലും അനാമിക മോള് നയനയുമായിട്ട് നന്നായിട്ട് ഇടപഴകി പോകും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, അവളൊരു നല്ല കുട്ടിയാന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഞാനിതൊക്കെ പറയുന്നുണ്ട്, അവന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജാനകിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എന്തായാലും നന്ദു നല്ല കാര്യമായിട്ട് അവനോടൊന്ന് സംസാരിച്ച് നല്ല സന്തോഷത്തോடு തന്നെ എൻ്റെ മോൻ ഈ കല്യാണത്തിന് റെഡി ആവണമെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതെല്ലാം ഓർത്ത് നന്ദു ആകെ വിഷമിച്ച് വന്ന് കൗച്ചിൽ ഹാളിൽ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം നയനയും കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുവാണ് കേട്ടോ. ഹാളിലിരിക്കുന്ന നന്ദുവിനെ കാണുമ്പോഴത്തേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പറയാണ്, ഉറക്കം വന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, വീട് മാറി കിടന്നുകൊണ്ടായിരിക്കും, പിന്നെ തനിക്കെന്താ ഒരു വിഷമം, മുഖത്തൊരു സങ്കടം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നയനെ നോക്കിയിട്ട് ആദർശ് പറയാം, എല്ലാം ഇവിടെയല്ലേ, സ്വന്തം ചേച്ചിയോടല്ലേ പറയുന്നത്, തുറന്നു പറ, ഇപ്പോൾ പറയാനൊരു ഏട്ടനും ഉണ്ട്, അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളാൻ നന്ദുവിനോട് പറയുവാണ് കേട്ടോ. അപ്പം നന്ദു പറയാം, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയാം, എന്നാൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ മുറി കാണും എന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട് നയനോട്, ഇപ്പോൾ ആദർശേട്ടന് നല്ല മാറ്റം ഉണ്ടല്ലോ, ചേച്ചി ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതേന്ന് പറയുവാണ്. എന്നിട്ട് നയന ചോദിക്കുകയാണ്, നീ എന്തിനാ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ കിടന്നായിരുന്നു ചേച്ചി. അപ്പോൾ അനി വാതിൽ വന്ന് മുട്ടി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ നയനയോട്. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമൊന്നുമില്ല, നീ ഇതുവരെ ചെയ്തതിലും തെറ്റൊന്നുമില്ല, പക്ഷേ നീ ചെയ്യേണ്ട എന്താണെന്ന് ഇനിയും നിനക്കറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയാം, ഇതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിൻ്റെ തലേദിവസം വരുന്നുള്ളൂ എന്ന് പറഞ്ഞതെന്ന് പറയുമ്പം നയന പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ മര്യാദയ്ക്ക് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും